മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? ഉത്തരം പൂർണ്ണ ആന്തരിക പ്രതിഫലനം. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. റാണി റാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? റാണി റാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? ഹോക്കി. റാണി റാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? ഹോക്കി. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം. ഗേ-ലുസാക്ക് നിയമം. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം. ഗേ-ലുസാക്ക് നിയമം. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കരോളിൻ ആർ ബെർട്ടോസി. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കരോളിൻ ആർ ബെർട്ടോസി. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കെ.പി. കേശവമേനോൻ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കെ.പി. കേശവമേനോൻ. നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല. നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ആലപ്പുഴ. നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ആലപ്പുഴ. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആര്? 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആര്? പി ജയചന്ദ്രൻ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആര്? പി ജയചന്ദ്രൻ. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം വിജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം വിജിഗീഷു. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത്? ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത്? കൊടുമ്പിരി കൊള്ളുക. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത്? കൊടുമ്പിരി കൊള്ളുക. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം ആധിക്യം. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം ആധിക്യം. ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണ്? ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണ്? കവർച്ച. ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണ്? കവർച്ച. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആയി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആയി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത അന്ന ചണ്ഡി. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത അന്ന ചണ്ഡി. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള അസംബ്ലി മണ്ഡലം കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള അസംബ്ലി മണ്ഡലം കാസർഗോഡ്. വാല സമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത്. വാല സമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് കെ.പി. കറുപ്പൻ. വാല സമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് കെ.പി. കറുപ്പൻ. കേരളത്തിലെ 1ാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ 1ാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുതമേനോൻ. കേരളത്തിലെ 1ാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുതമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ എം കമലം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ എം കമലം. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂർ. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്.
ഏത് നദിയുടെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? നർമ്മദ. ഏതു നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? നർമ്മദ. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം? കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം? ജപ്പാൻ. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം? ജപ്പാൻ. ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികൾ. ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികൾ. ലോകത്തിലാദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം? ലോകത്തിലാദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം? ഫ്രാൻസ്. ലോകത്തിലാദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം? ഫ്രാൻസ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? അഫ്ഗാനിസ്ഥാൻ. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. റാണി റാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? ഹോക്കി. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം? ഗേലുസാക്ക് നിയമം. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കരോളിൻ ആർ ബെർട്ടോസി. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോൻ. നീലം പേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല? ആലപ്പുഴ. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആര്? P ജയചന്ദ്രൻ. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം? വിജിഗീഷു. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത്? കൊടുമ്പിരി കൊള്ളുക. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ആധിക്യം. ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണ്? കവർച്ച. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി? 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത? അന്ന ചാണ്ടി. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള അസംബ്ലി മണ്ഡലം? കാസർഗോഡ്. വാല സമുദായ പരിഷ്കരണ സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത്? KP കറുപ്പൻ. കേരളത്തിലെ 1ാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി? C അച്യുതമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ? M കമലം. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്? വെങ്ങാനൂർ. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. ഏതു നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? നർമ്മദ. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം? ജപ്പാൻ. ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികൾ. ലോകത്തിലാദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം? ഫ്രാൻസ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. താങ്ക് യു.